ആ ഓക്കെ സാർ. ആ അതെ അതെ, അത് 1 ലക്ഷത്തിന്റെ പോളിസിയാ. ആള് തട്ടിപ്പോയാ ഉടനെ കാശല്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ പേരിൽ ആ പോളിസി എടുത്തിരിക്കുന്നത്. 5 ലക്ഷത്തിന്റേതേ. കാരണം പുള്ളിക്കാരൻ ഏത് നിമിഷവും തട്ടിപ്പോകാവുന്ന ആളാണ്. അതാണല്ലോ കയ്യിലിരിക്കും. അവള് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ തട്ടിപ്പോയ അവക്ക് 5 ലക്ഷം രൂപ കിട്ടുമെന്ന്. അത് ഈ ജന്മം നടക്കില്ല. എന്തായാലും 5 ലക്ഷത്തിന് ഇല്ല. അയ്യോ അതല്ല, ചേട്ടൻ അടുത്തൊന്നും തട്ടിപ്പോവില്ല എന്നാ ഉദ്ദേശിച്ചത്. അതെ അതെ, മണ്ടന്മാരുടെ ദൈവം പന പോലെ വളർത്തുന്ന. പിന്നെ ചേട്ടാ, ഞങ്ങൾ വന്നതേ ഇസ്മായിൽക്ക പറഞ്ഞത് നാളികൽ തറവാട് ഉടനെ പൊളിച്ചുടണമെന്നാ. ഇസ്മയിലക്ക മാത്രമല്ല ഞാനും പറയുന്നത് അത് തന്നെ. എന്താ അതിന് വല്ല തടസ്സമുണ്ടോ? അല്ല, ആദിത്യവർമ്മയുടെ പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമാണ്. മാത്രോ പൊളിച്ച് വീടിന്റെ കാശ് കിട്ടിയല്ലേ ബാങ്കിൽ നിന്ന് ആധാരം കൊടുക്കാൻ പറ്റൂ. ഇനി അങ്ങനെ ആധാരം കിട്ടിയെന്ന് വിചാരിക്കാം. നിന്റെ ചേച്ചിയുടെ കാര്യവും. അല്ല, അതിനൊന്നും തടസ്സം വരുന്ന കാര്യമല്ല ഞാൻ പറയണേ. വർമ്മ സാറിന് കുറച്ചും കൂടി സമയം കൊടുത്തൂടെ? നമ്മളിപ്പോ ചെകുത്താനും കടലിനും നടുവില. ഒരാൾ പിറന്നു വീണ തറവാട് പൊളിക്കണ കാര്യ, അതും ആലോചിക്കണമല്ലോ. ഏതായാലും അജി പറയുന്നല്ലേ, കുറച്ചു ദിവസം കാത്തിരിക്കാം. ഒരു നല്ല സെറ്റപ്പ് ദൈവം കാണിച്ചു തരായിരിക്കില്ല. ഓക്കെ സാർ, അത് കുഴപ്പമില്ല. നാളെ വൈകിട്ട് ഞാൻ റോയ് സാറുമായി ബന്ധപ്പെട്ടോളാം. ടെൻഷൻ അടിക്കണ്ട. ആന്നേ, റോയ് സാർ എവിടെയുണ്ടോ അവിടെ പോയി ഞാൻ ബന്ധപ്പെട്ടോളാം. പോളിസി കിട്ടുന്ന കാര്യല്ലേ, ബന്ധപ്പെടാതിരിക്കാൻ പറ്റുമോ? ഞാൻ ബന്ധപ്പെട്ടിരിക്കും. ബന്ധപ്പെട്ടെങ്കിലല്ലേ പോളിസി കിട്ടൂ. ഓക്കെ. എന്റെ പൊന്ന് സെറ്റപ്പേട്ട, ഇങ്ങനെ സംശയിക്കില്ല കേട്ടോ. ഒരു LIC ഏജന്റ് ആവുമ്പോ ഒരുപാട് പേരുമായി ബന്ധപ്പെടേണ്ടി വരും. ബന്ധം മീൻസ് കോണ്ടാക്ട്. പോളിസി എടുപ്പിച്ചോട്ടെ, പക്ഷെ ബന്ധപ്പെടാൻ പറ്റില്ല. ഇത് കണ്ട ബിസ്ക്കറ്റ് അതല്ല, സെറ്റപ്പേനെ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും ചെറിയ കുട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ ഉടുപ്പൊക്കെ ഇട്ട് അതെ അതെ, വലിയ പെൺകുട്ടികൾ പോലും ഇപ്പൊ എല്ലാം കാണിച്ചോണ്ടാ നടക്കുന്നത്. കോളേജിലൊക്കെ ഇപ്പൊ ഫാഷൻ പരേഡ് അല്ലേ. അങ്ങനെ ആഭാസകരമായി നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ചെറുപ്പത്തിലേ ഞാൻ ഇവിടെ ഇത് ശീലിപ്പിച്ചിരിക്കുന്നത്. അതെന്റെ ഗുണമല്ല, എന്റെ അപ്പനപ്പന്മാരുടെ കാലം മുതലേ അങ്ങനെ. അതേസമയം എന്റെ വൈഫിന്റെ ഫാമിലി ഉണ്ടല്ലോ, മുഴുവൻ തുറന്നിട്ടോണ്ടാ നടക്കുന്നത്. മ്ലേച്ഛം. മോള് പൊക്കോ. മുൻവശം എന്റെ ഫാമിലി, പുറകുവശം അവളുടെ ഫാമിലി. അങ്ങനെ പൊളിക്കുന്ന ആവശ്യമായെത്തിയത് എന്റെ അച്ഛന്റെ അടുത്തായിരിക്കണം. അതിനെന്റെ ഏട്ടനെ അവൻ കരുവാക്കി. എനിക്ക് തോന്നിയിരുന്നു അവൻ നിങ്ങളെയും ചതിച്ചതാവുമെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ നിമിഷം മുതൽ സംഗീതനൊപ്പം ഒരാളുകൂടെ ഉണ്ട്, ഈ അജി. സ്നേഹം നോ ഇഷ്ടം നോ ഒക്കെ പറയാവുന്ന ഒരു അടുപ്പമാണെന്ന് വെച്ചു. തന്നെയുമല്ല, ഞാൻ കുട്ടിയെ വേദനിപ്പിച്ചതിനൊക്കെ സോറി, റിയലി സോറി. എന്താപ്പ ഈ കാണുന്നത്? ഇപ്പൊ മനസ്സിലായോ മുത്തശ്ശി പറയണോടത്ത് കാര്യങ്ങൾ വരുന്നു? അങ്ങനെയൊന്നും ഇല്ലേ മുത്തശ്ശി? എനിക്ക് ഓർമ്മയുണ്ടേ, എന്റെ മുത്തശ്ശിയോട് ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞു. വന്നേ എന്തിനാണെന്ന് അറിയില്ല, അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞ് ടീച്ചർ ആളെ അയച്ചിരുന്നു. കണ്ടോ, ചേട്ടനിപ്പൊ അങ്ങ് സുന്ദരനായി. അതാ ഞാൻ പറഞ്ഞത്, വീട്ടിലെപ്പോഴും വഴക്കാണെങ്കിൽ അത് മുഖത്ത് കാണാൻ പറ്റൂന്ന്. ഇപ്പൊ വഴക്കില്ല, മുഖവും നന്നായി. പിന്നെ രാമേട്ടാ, ഇന്നലെ അപ്പുറത്തെ സരള പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത്. സുന്ദരനാണെന്നോ? അതല്ല, ഷാജഹാൻ മുംതാസിന് കെട്ടിക്കൊടുത്തത് താജ്മഹൽ എന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാ ചേട്ടൻ എനിക്ക് വേണ്ടി എന്ത് കെട്ടും? നിന്റെ അനിയത്തിയെ കെട്ടും. എന്തിനാ ടീച്ചർ എന്നെ വിളിപ്പിച്ചേ? എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നേ? അയ്യോ, എന്ത് പറ്റി? അങ്ങനൊന്നും കേൾക്കാൻ വഴിയില്ലല്ലോ. പിന്നെ എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇത്തിരി സംശയമുണ്ട്. പക്ഷെ സത്യത്തിൽ അവള് പറയുന്ന മുഴുവൻ നുണയാ. ടീച്ചർ അതൊന്നും വിശ്വസിക്കരുത്. അതൊന്നും അല്ല ഞാൻ ഈ പറയണേ. അജി ആരോ ആയി പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഇവിടുത്തെ പെണ്ണിനെ കയറി ആരോ പിടിച്ചെന്നോ, അത് അജിത്ത് തടഞ്ഞുന്നോ? അതൊന്നും സാരമില്ല, പ്രായം. ഏതായാലും രാമകൃഷ്ണൻ അവിടം വരെ പോയി വഴക്കിനും വയ്യാവേലിക്ക് നിക്കണ്ടെന്ന് അവനോടൊന്ന് പറയണം. ഞാൻ തന്നെ പോണം. അത്രയല്ലേ വേണ്ടൂ. ഞാൻ സെറ്റപ്പ് ആയിക്കൊള്ളാം. പിന്നെ ആ കല്യാണ ചെക്കനെ കാണാതെ മുങ്ങി നടക്കുക, അത് മറക്കണ്ട. എനിക്കല്ലിപ്പോ തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ മെല്ലെ പോകും. ആ കുട്ടിയുടെ കഥയൊക്കെ കേട്ടപ്പോ എനിക്കത് പൊളിക്കാൻ തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആരുടെയും കഥ കേൾക്കാൻ സങ്കടം കാണാനല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ വീട്ടിലെ പല സാധനങ്ങളും ഞാൻ കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുക. അല്ല, നിനക്ക് വല്ല പ്രേമബാധയുണ്ടോ? അതൊന്നും അല്ല ഇസ്മായിൽക്ക് ആ കുട്ടിയുടെ സ്ഥിതി അറിയാത്തോണ്ടാ. എനിക്ക് നിന്റെ സ്ഥിതി അറിയാലോ. നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ചേട്ടനെ പോലെ ആ വീട്ടിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും അടിച്ചോണ്ട് നാടുവിട്. അല്ല ഇസ്മായിൽക്ക, ഞാൻ പറഞ്ഞത് എന്താണ്? നീ ഒന്നും പറയണ്ട. ഇനിയും പറമ്പസാറിന് സമയം കൊടുത്ത് അയാൾ വല്ലതൊക്കെ അടിച്ചു മാറ്റും. എനിക്കൊന്നുമില്ല, നഷ്ടം നിനക്ക് തന്നെയാണ്. വാ, വന്ന് കിടക്ക്.
നാട്ടുകെട്ടിടമായാലും കോട്ടകൊത്തളമായാലും പൊളിച്ചെടുക്കൂ. ഇത് എങ്ങോട്ടാ ഈ പോണേ ഇത്ര ധൃതിയില്? വെറുതെ ഒന്ന് കറങ്ങാറിയതാണ്. ദേ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങോട്ടൊന്നും പോകരുതെന്ന്. അങ്ങോട്ടൊന്നും പോയതല്ല, ഞാൻ വെറുതെ ഒന്ന്. എന്നാ കൈകെട്ട് കേട്ടാൻ. ആ ഇനി അയച്ചിട്ടോ. ഇവക്കെന്താ ഭ്രാന്തി പിടിച്ച? ഏയ് അവിടെ നിക്ക്. ഒന്ന് കുനിഞ്ഞെന്നേ, കുറച്ചും കൂടി. ഇനിയാ മതിയാ? അയ്യേ നാണക്കേട്. അയ്യേ, ഇതിനാണ് കുനിയാൻ പറഞ്ഞത്. ഇവള് കണ്ടല്ല, ഇതിന്ന് ഞാൻ പിടിച്ചിട്ട് തന്നെ കാര്യൂടി. ഇങ്ങോട്ട് വാങ്ങേ. അയ്യേ, കൊച്ചിനെ കളിപ്പിക്കായിരുന്ന? വെറുതെ മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിച്ചല്ല. ആരെങ്കിലും കണ്ട? ഓ, രക്ഷപ്പെട്ടു. ഏയ് നല്ല കുമ്മായം പോലത്തെ കൊച്ചി, മാർബിള് പോലത്തെ ചേച്ചി. ആരാത്? എന്താ എന്താണ് ഇത്? ഇക്ക ഇവിടെ അലക്കേണ്ട ഒരലക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ഇക്കെന്താ ഇവിടെ? ഞാനിവിടെ എന്റെ സിസ്റ്ററെ കാണാൻ വന്നു. ഞാൻ ഇക്കടെ സിസ്റ്ററെ കാണാൻ വന്നതാ. എന്നാ വേഗം ചെല്ലി. നമ്മൾ തമ്മിൽ അലിയന്മാരായ ശരിയാവൂല ഇക്ക. എന്റെ പെടലിക്ക് തന്നെയാണെന്നാ തോന്നുന്നത്. ഏത് മീനിനെയും ചന്ദ്രു ആഗ്രഹിച്ചാ പിടിച്ചിരിക്കും. അങ്ങനെ എളുപ്പം പിടിക്കാവുന്ന മീനിനെ അല്ല ഇപ്പൊ നോട്ടമിട്ടിരിക്കുന്നത്. നല്ല വഴുക്കലുള്ള മീനാ. വഴുക്കല് കൂടുതലാണെങ്കിൽ വല വീശി പിടിക്കും ചന്ദ്രു. എന്തായാലും പൊരിക്കണത് എന്റെ ചട്ടി തന്നെ. അതിലെ ആർക്കും സംശയം വേണ്ട. അവളുടെ അച്ഛൻ തന്നെ അവളെ എനിക്ക് പിടിച്ചു തരും. അതിന് വർമ്മസാർ കുടി നിർത്തിയെന്നാണല്ലോ കേട്ടത്. ഇപ്പൊ ബാറിലെങ്ങും കാണാനുമില്ല. എന്റെ മുന്നിൽ അയാളുടെ വേഷം കെട്ടൊന്നും നടക്കില്ല. മൂക്ക് കയറി എന്നേ ഇട്ട് കഴിഞ്ഞു ചന്ദ്രു. ഇനി അതിലൊന്ന് പിടിച്ച് വലിക്കണം. കരഞ്ഞ അവിടെ നിൽക്കും. സംഗീതാവർമ്മ ഈ ചന്ദ്രനാഥിന്റെ നീണ്ട ഒരു ദിവസത്തെ ഭാര്യയാകാതെ എവിടെ പോകാൻ? ആദിത്യവർമ്മയെ പുഷ്പം പോലെ കയ്യിലെടുക്കും ഈ ചന്ദ്രു. ഈ പറഞ്ഞ പോലെ നടന്നില്ലെങ്കിൽ നാണക്കേടാണ് കേട്ടോ. ഇത് ചന്ദ്രുവാ. ചന്ദ്രനാഥ് നടത്തിയിരിക്കും. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് വളഞ്ഞ വഴിക്ക. അത് വർമ്മസാറിനും അറിയാലോ. ഇനി നേർവഴിക്ക് ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനുള്ള പണവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കാര്യം. ഇപ്പോഴെങ്കിലും ചന്ദ്രൻ അങ്ങനെ തോന്നിയല്ലോ. അതെ, ഇതാണോ വിഷയം? ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒരു കുടുംബജീവിതം ഇല്ലാത്തതുണ്ടാവാം എന്നെ പോലെ ചില ക്രിമിനൽസ് ഉണ്ടാവുന്നത്. എനിക്കും വേണം പിണങ്ങാനും ഇണങ്ങാനും സ്നേഹിക്കാനും ഒക്കെ ഒരു ഭാര്യ. ഞാനിത് കണ്ടത് വർമ്മസാറിന്റെ മകൾ സംഗീതയില്ല. സംശയിക്കണ്ട, ഞാൻ സംഗീതയെ പൊന്നുപോലെ നോക്കിക്കോളാം. വിശ്വസിപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഹൃദയം തുറന്ന് കാണിക്കണോ? ഞാൻ അതിനും തയ്യാറാ. വർമ്മസാർ ഇങ്ങനെ ചിന്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. ഞാൻ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത്? സംഗീതയെ പോലെയുള്ളൊരു കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരച്ഛനും ബുദ്ധിമുട്ടുള്ള കാര്യ. വർമ്മസാറിനില്ലാത്ത ബുദ്ധി സംഗീതയ്ക്കില്ലല്ലോ. ഈ വർമ്മയെ അളക്കാൻ ഒരു അളവുകോൽ ദൈവത്തിന്റെ കയ്യിൽ പോലും ഇല്ലടോ. എനിക്ക് സമ്മത. മൂട്ടിക്കോ, സംഗീതയാ പറയണേ. നിന്റെ മുമ്പിൽ വെച്ച് കത്തിയാമരും ഞാൻ. എന്നാൽ എന്നെ ഒന്ന് സ്പർശിക്കാൻ പോലും നിനക്ക് കഴിയില്ല. എനിക്ക് നാട്ടുകാരറിഞ്ഞ് ഒരു കല്യാണം സാധ്യമല്ലെന്നറിയാലോ. എന്നെ സംബന്ധിച്ചിടത്തോളം വർമ്മസാറിന്റെ ഈ മനസ്സും ഒരു താലിയും ഉണ്ടെങ്കിൽ കല്യാണമായി. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പറയട്ടെ, വർമ്മസാർ എന്നും ആരാധിക്കുന്ന മൂവാംബിക ക്ഷേത്രം, അവിടെ വെച്ചൊരു തുളസിമാല. തന്നെ ഞാൻ സമ്മതിച്ചു തന്നടോ. ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട് എനിക്ക്. അവിടെ പൊളിക്കാൻ വന്നിരിക്കുന്നവരെ എന്താ ചെയ്യാ? അതിങ്ങ് വിട്ടു തന്നേക്ക്. ഇനി അത് ചന്ദ്രുവിന്റെ വിഷയം. എന്തും ചെയ്യും ചന്ദ്രു, എന്തും. ഒരു രാവും ഒരു പകലും മാത്രം മതി. ചന്ദ്രു, പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. ഞാനൊരു കാര്യം പറയട്ടെ. ചന്ദ്രു അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയില്ലേ?
അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്, അവര് പൊയ്ക്കോളും. വർമ്മ സാറിന്റെ ഇഷ്ടം പോലെ. വരൂ പോവാം. ഈ തറവാടിനെ രക്ഷിക്കണ്ടേ? ഇവിടെ കുടിയിരുത്തിയിരിക്കുന്ന ദേവതകള്, മരിച്ചുപോയ കാർന്നവന്മാരുടെ ആത്മാക്കള്, അവരുടെയൊക്കെ ശാപം വാങ്ങാതെ എനിക്ക് കണ്ണടയ്ക്കണം. അതൊക്കെ മതിയോ അച്ഛന്? ജീവിച്ചിരിക്കുന്ന മകള് സുഖമായിട്ട് കഴിയണമെന്നില്ലേ? ഉവ്വ്, അതിനുവേണ്ടി അച്ഛൻ ചന്ദ്രുവിന് വാക്ക് കൊടുത്തത്. അവന് പറഞ്ഞു കൊടുക്കുവാനും സ്നേഹിക്കുവാനും ഒരു പെണ്ണുണ്ടായാൽ അവൻ മാറും. എല്ലാവരിലും ഉണ്ട് നല്ലതും ചീത്തയും. അവന്റെ നല്ല മനസ്സ് ഞാൻ കണ്ടു. എന്റെ ജീവൻ എടുത്ത് അവന് കൊടുത്തോളൂ, പക്ഷെ എന്നെ അവന് കൊടുക്കരുത്. മോള് ഏതിരൊന്നും പറയരുത്.